ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശാണെങ്കിൽ ഗൾഫിലേക്ക് പോകുകയാണ് കേട്ടോ. അപ്പോൾ പല കുതന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ അഭി. അതുപോലെ തന്നെ നവ്യയുടെ അഹങ്കാരമാണെങ്കിലും കൊമ്പുകുത്തി നിൽക്കുകയാണേ. നവ്യയ്ക്ക് ഇപ്പോൾ അഭി കൂട്ടുള്ളത് കൊണ്ട് തന്നെ എന്തോ കീഴടക്കി ഒരുമാതിരി ഒരു മട്ടും നിപ്പും ഒക്കെ ആണല്ലോ നമ്മുടെ നവ്യയുടേത്. മുത്തശ്ശനാണെങ്കിൽ ഒന്നും വയ്യാത്ത അവസ്ഥ. മരുമകളെ തല്ലിയിറക്കാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും അത് ചെയ്യാൻ കഴിയില്ലല്ലോ. എല്ലാം ഈ അഭിയുടെ ഇതാണെന്ന് കരുതി മുത്തശ്ശൻ അങ്ങ് സമാധാനിക്കാൻ കേട്ടോ. പലപ്പോഴും ഒന്ന് മരിച്ചാൽ മതി എന്ന് പോലും മുത്തശ്ശൻ ചിന്തിച്ചു പോയിരിക്കാൻ കേട്ടോ. അത്രയ്ക്ക് മാത്രമായി അനന്തപുരി തറവാട് അങ്ങ് നിലം പതിക്കുകയാണ്. കാരണം അഭിയുടെ പേരിൽ ഓരോ കേസുകളും, അതുപോലെ തന്നെ അനന്തപുരി തറവാടിന് തന്നെ അപമാനമായ രീതിയിലാണല്ലോ അഭിയുടെ പോക്ക്. ഇപ്പം ഇതാ അവൻ്റെ ഭാര്യയും കൂടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയല്ലേ, പരസ്യ ചിത്രമൊന്നും ഒക്കെ പറഞ്ഞു കണ്ട് കുടുംബത്തെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ആകെ വിഷമത്തിലിരിക്കാൻ കേട്ടോ മുത്തശ്ശനും മുത്തശ്ശിയും ആ വീട്ടിലുള്ള എല്ലാവരും തന്നെ. അങ്ങനെ നവ്യയാണെങ്കിൽ ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിക്കുകയാണേ. ഒരു വൾഗറായിട്ടുള്ള രീതിയിലായിരിക്കും നവ്യയുടെ ഒരു അഭിനയം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും അനന്തപുരിയിലെ മരുമകളല്ലേ ഇതൊക്കെ എന്തൊക്കെ ഈ കാട്ടിക്കൂട്ടണത്, ഇത്രയ്ക്കും അവർക്ക് ദാരിദ്ര്യമാണോ അവിടെ ഇങ്ങനെ മരുമക്കളെ പണിക്ക് വിട്ടിട്ട് ഇങ്ങനെ കാശുണ്ടാക്കാൻ? അത് ഈ തുച്ഛമായ ഈ ഒരു അഭിനയത്തിന് വേണ്ടിയിട്ട് അവർ വിചാരിച്ചാൽ ഈ കമ്പനി വരെ വിലയ്ക്ക് വാങ്ങാം. പിന്നെ എന്തിനുള്ള പുറപ്പാട് അവർ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. ഈ ഒരു സമയത്തായിരിക്കും നമ്മുടെ ഈ ഒരു കമ്പനിയുടെ ഒരു പ്രൊഡ്യൂസറിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മൂർത്തി സാറിൻ്റെ ഫ്രണ്ടായിരിക്കും, നമ്മുടെ മുത്തശ്ശൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ മുത്തശ്ശനോട് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്. എന്താ സാർ ഇതൊക്കെ, ഇവിടെ എന്താ നടക്കുന്നത്? സാറിൻ്റെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഇപ്പോൾ കുറച്ച് കാലമായിട്ട് സാറിൻ്റെ ഫാമിലിയാണല്ലോ ടി വിയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. മരുമകൾ നിങ്ങളായിട്ട് തെറ്റി വന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഈ ഒരു സമയത്ത് മൂർത്തി സാറ് പറയുന്നുണ്ട്, ഇപ്പോഴത്തെ കുട്ടികളല്ലേ, നമ്മൾ പറയുന്നിടത്തൊന്നും നിൽക്കില്ലല്ലോ. പിന്നെ മരുമക്കളെ വീട്ടിൽ അടച്ചിടാൻ കഴിയില്ലല്ലോ. നിനക്കറിയാമല്ലോ, എൻ്റെ മൂത്ത കൊച്ചുമകൻ്റെ ഭാര്യയാണെങ്കിൽ ലോകമെമ്പാടും അറിയുന്നൊരു ഡിസൈനറാണ്. അവളുടെ ചേച്ചി തന്നെയായതും. ഇവൾക്ക് ഇങ്ങനൊരു പാഷനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, അവർ നമ്മുടെ കുടുംബ മഹിമയോ കാര്യങ്ങളോ ഒന്നും നോക്കില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ആ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട്, ഇതിത്തിരി വേറെ ഒരു ഇനമാണ്. എല്ലാവരും ഇപ്പോൾ സെറ്റിൽ ഇവളെക്കുറിച്ച് ചർച്ച. എൻ്റെ സാറേ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിൽ ഇരുത്താൻ നോക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ കോടിക്കണക്കിന് സ്വത്തുക്കളല്ലേ ഉള്ളത്, ഇങ്ങനെ നാട്ടുകാരുടെ മുൻപിൽ നാറാൻ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരു ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സംസാരിക്കാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ്റെ കൺട്രോൾ വിടുകയാണ്. അങ്ങനെ മുത്തശ്ശൻ ജലജേനെ വിളിപ്പിക്കാൻ കേട്ടോ. അങ്ങനെ ജലജ വരുമ്പോഴത്തേനും ജലജ പറയുന്നുണ്ട്, ഞാനെന്ത് ചെയ്യാനാ, നിങ്ങളെല്ലാവരും കൂടി എൻ്റെ മകനെ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിട്ടില്ലേ, അവനും പൈസ വേണ്ടേ, അവനും ഒരു കുഞ്ഞ് വളർന്നു വരുമല്ലേ, നിങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവൻ്റെ ഭാര്യ പണിക്കിറങ്ങി, അതിലിപ്പോൾ എന്താ ഇത്ര വലിയ തെറ്റ്? അങ്ങനെ നാണക്കേട് വിചാരിക്കുന്നവർ ഞങ്ങളുടെ കുറച്ച് സ്വത്തുക്കളെങ്കിൽ എഴുതി തരുവാണെങ്കിൽ ഞങ്ങൾ മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് ആർക്കും പേരുദോഷം കേൾക്കാത്ത രീതിയിൽ ജീവിക്കാം എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി അതിൻ്റെ ഒരു കുറവും കൂടെയുള്ള, നിനക്കൊക്കെ ഞാൻ സ്വത്ത് എഴുതി തരുന്നുണ്ട്. നിനക്കൊക്കെ ഇവിടെ ഞാനിടുന്ന ചോറ് വരെ ഭിക്ഷയായിട്ട് കരുതാനുള്ളതിന് നിൻ്റെ മരുമകളെ കൊണ്ട് ഇപ്പം ഞാൻ നാണം കെട്ടു. എൻ്റെ ഇത്രയും നാളെ ഞാൻ കെട്ടിപ്പടുത്ത് ഉയർത്തിക്കൊണ്ട് വന്ന ആ ഒരു അന്തസ്സിന് തന്നെയാണ് നിൻ്റെ മരുമകൾ കോട്ടംസം ഇതാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ജലജ ഇതെല്ലാം കേട്ട് അങ്ങ് സന്തോഷിക്കുകയാണ് മനസ്സിലായി. എന്നിട്ട് അതേ സമയത്ത് നവ്യ വരുന്നുണ്ട് അവിടേക്ക്. അപ്പോൾ നവ്യ ആ ഒരു ആടിൽ അഭിനയിച്ചതിന് ശേഷം വരണമായിരിക്കും കേട്ടോ. അപ്പോൾ ജലജ, നവ്യ മോളെ ഇങ്ങനെ വന്ന് അച്ഛൻ വിളിക്കുന്നു. അപ്പോൾ നവ്യ ഇങ്ങനെ താല്പര്യമില്ലാത്ത മട്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് മുത്തശ്ശന് ഒരു തീരെ ബഹുമാനം പോലും കൊടുക്കുന്നില്ല. അത് കണ്ടിട്ട് മുത്തശ്ശിക്കാണെങ്കിൽ സങ്കടവും തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് എവിടെ പോയതാ? ഞാൻ വർക്കിന് പോയി. എവിടെ വർക്ക്? നീ ഇന്ന് അവിടെ കിടന്ന് അഴിഞ്ഞാടുകയാണെന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞത്. ഇങ്ങനത്തെ വർക്കൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒന്ന് അഴിഞ്ഞാടിന്നിരിക്കും. അതിന് നിങ്ങൾക്കെന്താ? മുത്തശ്ശന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എൻ്റെ ഭർത്താവിന് നിങ്ങളെല്ലാവരും കൂടി ഒരു കാരണവും ഇല്ലാതെ തല്ലി ഇറക്കി വിട്ടത്. ഇവിടെ എല്ലാവരും സുഖിച്ച് ജീവിക്കുന്നുണ്ടല്ലോ, ഇതിൽ വലിയ അഴിഞ്ഞാട്ടം കാണിച്ചിട്ട്. എന്നിട്ട് അതൊന്നും ആർക്കും ഒരു വിഷയമില്ല. ഞാനും എൻ്റെ ഭർത്താവും ചെയ്തത് മാത്രം നിങ്ങളുടെ അഭിമാനത്തിന് കോട്ടം തട്ടിയതല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ ഒരു സമയത്ത് മുത്തശ്ശൻ്റെ കൺട്രോൾ അങ്ങ് പോവുകയാണ്. ജലജ ഇതെല്ലാം കേട്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. എന്നിട്ട് കൈനഖങ്ങൾ തമ്മിലിങ്ങനെ കൂട്ടി ഉരസിക്കൊണ്ടിരിക്കുകയാണേ. അതായത് ഇങ്ങനെ കൈനഖങ്ങൾ ഇങ്ങനെ ഉരസുമ്പോഴത്തേക്കിനും അടി കൂടും, അടിയുടെ ആഘാതങ്ങൾ കൂടും എന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്ന പോലെ ആ ഒരു ഇതിൽ ഇങ്ങനെ ജലജ ഇങ്ങനെ കൈനഖങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടി ഉരച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അങ്ങനെ ജലജയാണെങ്കിൽ സന്തോഷിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് മുത്തശ്ശൻ അങ്ങ് പൊട്ടിത്തെറിക്കാൻ കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും സഹിച്ചു, ഇനി എനിക്കിത് സഹിക്കാൻ പറ്റില്ല ജലജ എന്ന് പറഞ്ഞിട്ട്
നവ്യയുടെ കാരണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ അഹന്തത, നിൻ്റെ അഹങ്കാരം അതിന് ഒരടി കിട്ടിയാലേ അടങ്ങുള്ളൂ. നീ കൊണ്ട് കേസ് കൊടുക്കുകയാണെങ്കിൽ കേസ് കൊടുക്കുക. വയസ്സാം കാലത്ത് ജയിലിൽ കിടക്കാമെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞാൻ മടുത്തു. ഞാൻ നിന്നെ എൻ്റെ കൊച്ചുമകൾ ആയിട്ടാണ് ഞാൻ നിന്നെയും കണ്ടിരിക്കുന്നത്. ആ ഒരു എൻ്റെ മക്കളുടെ പ്രായമല്ലേ നിനക്കും ഉള്ളൂ. ആ ഒരു മക്കളുടെ ഇതായിട്ടാണ് കണ്ടിരിക്കുന്നത്, അല്ലാതെ എൻ്റെ മക്കളുടെ മരുമക്കളായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അധികാരത്തിലാണ് ഞാൻ അടിച്ചത്. എനിക്ക് അടിക്കുമ്പോഴും എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ട്. കാരണം പെൺകുട്ടികളെ അടിക്കുന്നത് എനിക്കത്ര യോജിപ്പുള്ള കാര്യമല്ല. ഒരു മഹാലക്ഷ്മിമാരാണെന്ന് കരുതുന്നത്, മഹാലക്ഷ്മിമാരായിട്ട് അവരെയൊക്കെ ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ നിന്നെപ്പോലൊരു മൂദേവി ഈ കുടുംബത്തിലേക്ക് കയറി വന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്താ പറഞ്ഞത്? ഇവിടെ പലരും അഴിഞ്ഞാടിയെന്നോ? ആദർശമോനെ കുറിച്ചല്ല നീ അതൊക്കെ പറഞ്ഞത്. എന്നാൽ നീ കേട്ടോ, ചന്തുമോളുടെ അച്ഛൻ ആദർശമല്ല എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ജലജ പൊട്ടിത്തെറിച്ച പോലെ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും അന്തം വിട്ട് നിൽക്കാനുണ്ടോ. ആ ഒരു സമയത്ത് ദേവയാനി അച്ഛ വേണ്ടച്ച എന്ന് പറയുമ്പോൾ നവ്യ ഇങ്ങനെ ആകെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ മുത്തശ്ശനെ നോക്കി നിൽക്കാതിരിക്കും കേട്ടോ. അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ, നിങ്ങളൊന്നും പറയണ്ട, നിങ്ങളൊന്നും അകത്തേക്ക് കയറിപ്പൊക്കി ഞാൻ പറഞ്ഞ് നവ്യമോളെ മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ, വേണ്ട, ഇനി ആരും പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചെടുത്തോളം മതിയായി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇന്ന് എൻ്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് എന്നെ അപമാനിച്ചപ്പോൾ അതെൻ്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ വ്രണപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, എടി നിനക്കറിയാമോ, ഈ ചന്തുമോളുടെ അച്ഛൻ ആദർശമോനല്ല, നിൻ്റെ ഭർത്താവ് അഭിയാണ്. അത് എല്ലാ തെളിവുകളോടെയും ആ സത്യം തെളിഞ്ഞതാണ്. പിന്നെ നിനക്ക് വിഷമം വരരുതല്ലോ. അതുപോലെ നിനക്കൊരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിൻ്റെ ഭാവി എന്തായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട് ഞങ്ങളെല്ലാം നിന്നിൽ നിന്ന് മറച്ചു വെച്ചതാണ് എന്നൊക്കെ പറയാനുട്ടോ. ഓരോ സമയത്തും നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനേ നയനെ ശ്രമിച്ചിട്ടുള്ളൂ. ആ നയനെ ഇന്ന് നീ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നത് നിനക്കറിയാമോ? നിൻ്റെ ഭർത്താവ് നിന്നെ ചതിക്കുകയാണ്. അല്ലേ തന്നെ നിന്നെ എങ്ങനെ ഇവിടെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് നിനക്ക് നല്ല ധാരണയുണ്ടല്ലോ. അവനിൽ നിന്ന് നീ സ്നേഹം വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ടോ? അവൻ നിന്നെ വെറും കളിപ്പാട്ടമാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ എന്നൊക്കെ പറയാനിട്ടോ. അങ്ങനെ സ്വന്തം അനിയൻ്റെ പേരുദോഷം ചേട്ടൻ ഏറ്റെടുത്ത, അല്ലാതെ എൻ്റെ ആദർശമോനൊന്നും ചെയ്തതല്ല. ആദർശമോന് അങ്ങനൊന്നും ചെയ്യാൻ കഴിയുകയുമില്ല. അവൻ നല്ലതുണ്ടാക്കി പറഞ്ഞതാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവനെ വളർത്തിയത് ദേവയാനിയാണ്, നല്ലത് പറഞ്ഞു കൊടുത്ത്, അല്ലാതെ നിൻ്റെ കെട്ടിയവനെ വളർത്തിയ പോലല്ല. കുശുമ്പും കുന്നായ്മയും കുത്തിവെച്ചല്ല അവനെ വളർത്തിയിരിക്കുന്നത് എന്നൊക്കെ പറയാനുട്ടോ. ഇതൊക്കെ കേട്ട് നവ്യ പൊട്ടി കരയാനുണ്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല, എല്ലാവരും കൂടെ എന്നെ പറ്റിക്കാണ്. ഇപ്പോൾ എല്ലാവരും കൂടെ ആദർശേട്ടൻ്റെ ആ ഒരു കുറ്റം എൻ്റെ അഭിയുടെ മേൽക്ക് ചുമത്താണ് അല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞ് ജലജയുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ജലജ പറഞ്ഞത്, ആദ്യം മോളെ അതാ ഇവർ പുതിയ അടവുമായിട്ട് വന്നിരിക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്കിനും മുത്തശ്ശനാണെങ്കിൽ ജലജ എന്നിങ്ങനെ ഉറക്കി വിളിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ജലജ നിശബ്ദയാകുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ്. നവ്യാണെങ്കിൽ ഓടി നയനയുടെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നയനെ ഈ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് പറയുമ്പോഴത്തേക്കിനും നയന പറയുന്നുണ്ട്, അതെ ചേച്ചി, മുത്തശ്ശൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. ചേച്ചിയുടെ കുഞ്ഞിനെ ഓർത്തിട്ട് ഞങ്ങൾ ഇതെല്ലാം മറച്ചു വെച്ചത്. അപ്പോൾ ചേച്ചി എല്ലാവർക്കും എതിരെ നിൽക്കാനല്ല ചേച്ചി ശ്രമിച്ചത്. അഭിയെ വിശ്വസിക്കരുതെന്ന് പല പ്രാവശ്യം ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടില്ലേ. അതൊക്കെ ചേച്ചിക്ക് അറിയാൻ താനും. എന്നിട്ടാണ് ചേച്ചി ഇതൊക്കെ കാണിച്ചു കൂട്ടിയത് എന്നൊക്കെ പറയാനിട്ടോ. ഇതല്ല ഈ സത്യങ്ങളെല്ലാം പറഞ്ഞ് നവ്യാണെങ്കിൽ ആകെ പൊട്ടി കരയാനിട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ കയ്യിൽ നവ്യയുടെ കുഞ്ഞിരിക്കുമ്പോൾ ആ കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് നവ്യ ഇങ്ങനെ ചേർത്ത് വെച്ച് കരയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാം എൻ്റെ വിധി, ഞാൻ തേടി പിടിച്ചതല്ലേ, എനിക്ക് കിട്ടേണ്ട നല്ലൊരു ജീവിതം ഞാൻ കൊണ്ട് തൊലച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കരയാണ് കേട്ടോ. ഇതെല്ലാം കണ്ട് നവ്യനെ ആശ്വസിപ്പിക്കണോ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അങ്ങനെ വിതുമ്പിലൂടെ നിൽക്കുന്ന നവ്യനെ കാണിച്ചുകൊണ്ടായിരിക്കും കേട്ടോ ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്. എന്തായാലും വളരെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നേ അഭിയുടെ ചതിക്കുഴികളെല്ലാം എല്ലാവരും തിരിച്ചറിയുകയും അതുപോലെ തന്നെ അഭിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള നല്ല പുതുപുത്തൻ എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം.